ഒരു 10-30 കൊല്ലം മുമ്പ് വരെയൊക്കെ നമ്മുടെ ഡോക്ടർമാർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഒരു 4 മാസത്തിന് ശേഷം കുട്ടികൾക്ക് 4 മാസം പൂർത്തിയായാൽ കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാനൊക്കെ പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിർബന്ധമായിട്ടും ഡോക്ടർമാർ പറയുന്നുണ്ട് 6 മാസം വരെ അമ്മയുടെ പാലല്ലാതെ മറ്റൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന്. ഞാൻ പറഞ്ഞുവല്ലോ, ധർമ്മം എന്ന് പറയുന്നത് ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ രീതിയിൽ അനുഷ്ഠിക്കാനുള്ള ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതികൾ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, പണ്ടത്തത്ര ആരോഗ്യം നമ്മുടെ ശരീരത്തിന് ഇല്ല, രോഗപ്രതിരോധ ശേഷിയില്ല. പ്രതിരോധ കുത്തിവെപ്പുകൾ പൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് രോഗപ്രതിരോധ ശേഷി നന്നേ കുറവായിരിക്കും. അവൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താനായിട്ട് അവന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അമ്മയുടെ പാല് മാത്രമാണ്. അതുകൊണ്ടാണ് അതുമാത്രം കുട്ടിക്ക് കൊടുക്കാൻ പറയുന്നത്. അപ്പോഴും ചില അമ്മൂമ്മമാർ വന്നിട്ട് പല പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. കുഞ്ഞ് വളരെ ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നത്, അവന് തീരെ ആരോഗ്യമില്ല. ഈ ഗുണ്ടുമണി പോലെ ഇരിക്കുന്ന കുട്ടികൾ വളരെ ആരോഗ്യമുള്ളവരും മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾ ആരോഗ്യമില്ലാത്തവരുമാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ ഇടയിൽ പൊതുവായിട്ടുണ്ട്. ആരോഗ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? രോഗമില്ലാത്ത അവസ്ഥ എന്നാണ്. കുഞ്ഞിന് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ല എങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് നിശ്ചയിക്കുന്നത്, ഭാരം നിശ്ചയിക്കുന്നത് ആ കുട്ടി ഉണ്ടായ സമയത്ത് അതിന് എത്രമാത്രം വെയിറ്റ് ഉണ്ടായിരുന്നോ അതനുസരിച്ച് മാത്രമേ ആ കുട്ടിയുടെ വെയിറ്റിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരികയുള്ളൂ. ഇത് പ്രത്യേകം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ വന്ന് ഹെൽത്തിൽ നിന്നുള്ളവരും അതുപോലെ ആശാ വർക്കർമാരും ഒക്കെ വന്ന് ഓരോ അമ്മമാരെയും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അപ്പം നമുക്ക് നമ്മുടെ സമീപത്തുള്ള HPCകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബുക്കുണ്ടാവും. അപ്പോൾ ആ ബുക്കിൽ ഒരു ഗർഭിണിയും മുലയൂട്ടുന്ന അമ്മമാരും അറിഞ്ഞിരിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് അവരൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ജനിക്കുന്ന സമയത്ത് ഇത്ര ഭാരമുണ്ടായിരുന്ന കുട്ടിക്ക് ഓരോ മാസവും എത്തുമ്പോൾ കുറഞ്ഞത് എത്ര കിലോ ഭാരം ഉണ്ടായിരിക്കണം എന്ന് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഭാരം കുട്ടിക്ക് നോർമലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ ചില അമ്മൂമ്മമാർ പറയും കുട്ടിക്ക് ദാഹിക്കും, അവൾക്ക് പാല് മാത്രം കൊടുത്താൽ പോരാ, ആ കൂടെ തന്നെ എന്ത് കൊടുക്കണം, വെള്ളം കൂടി കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഈ മുലപ്പാല് എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ളതിൽ 90% എന്താ അടങ്ങിയിരിക്കുന്നത്? വെള്ളമാണ് അല്ലേ? അപ്പോൾ അതിന് കൂടെ പിന്നെ നമ്മൾ വെള്ളം കൂടി പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സ്വാമി തൃപാദങ്ങൾ പറയുന്നത് 6 മാസം വരെ കുട്ടിക്ക് എന്ത് കൊടുത്താൽ മതി? അമ്മയുടെ പാല് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഏത് മാസം ചോറ് കൊടുത്താൽ മതി? 6-ാം മാസം ചോറ് കൊടുത്താൽ മതി. അമ്പലത്തിൽ പോയി ചോറ് കൊടുത്തിട്ട് വീട്ടിലേക്ക് വന്ന ഉടൻ തന്നെ അവിയലും സാമ്പാറും കൂട്ടി കുട്ടിക്ക് ചോറ് കൊടുക്കാൻ ശ്രമിക്കരുത്. അത് കുട്ടിയുടെ ആരോഗ്യത്തെയും ദഹന വ്യവസ്ഥയും ഒക്കെ ബാധിക്കാനായിട്ട് കാരണമായിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ ഇത്രയും കാലം അമ്മയുടെ പാലാണ് ആ കുട്ടി കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും തന്നെ നേർത്ത രീതിയിൽ ആഹാര പദാർത്ഥങ്ങൾ ആ കുട്ടിക്ക് കൊടുത്തു തുടങ്ങുക. പതിയെ പതിയെ അതിൻ്റെ കൺസിസ്റ്റൻസി കൂട്ടിക്കൊണ്ട് വന്ന് ഒരു 7-8 മാസമൊക്കെ ആകുന്ന സമയത്ത് കുഞ്ഞിന് നമ്മൾ കഴിക്കുന്നത് പോലെ സാധാരണ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുക. 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാഋഷി നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രമാത്രം നമുക്ക് പ്രാവർത്തികമായിട്ടുണ്ട് എന്ന് നോക്കൂ. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് വിദ്യാരംഭമാണ് അല്ലേ? അപ്പോൾ കുഞ്ഞിന് 5 വയസ്സിന് മുൻപ് ആത്മജ്ഞാനിയായിട്ടുള്ളവനും ആചാരസമ്പന്നനുമായിട്ടുള്ള ഒരാചാര്യനെ കൊണ്ട് നല്ല നക്ഷത്രവും തിഥിയും നോക്കി കുഞ്ഞിന് വിദ്യാരംഭം കുറിക്കുക. അതിനുശേഷം കുഞ്ഞിനെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെയാണ് നമ്മൾ ബ്രഹ്മചര്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മചര്യം ആരംഭിക്കുന്നത് എവിടെ നിന്നെന്ന് ഗുരു പ്രത്യേകം പറയുന്നുണ്ട്. ആരംഭിക്കുന്നത് എവിടെ നിന്നെന്നും അവസാനിക്കുന്നത് എപ്പോഴാണെന്നും ഗുരു കൃത്യമായിട്ട് ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഒരു കുട്ടി വന്ന് ജനിച്ചാൽ അന്ന് മുതൽ ആ കുട്ടി ബ്രഹ്മചാരി ആയിരിക്കണം. അന്ന് മുതൽ അവൻ്റെ ബ്രഹ്മചര്യ കാലഘട്ടം അഥവാ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിന് ആ സമയത്ത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് ബ്രഹ്മചര്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മാതാവ്
ബ്രഹ്മചാരിണി ആയിരിക്കണം. ശ്രീനാരായണ ധർമ്മം അനുശാസിക്കുന്നു, കുഞ്ഞിന് പാലുകുടി മാറുന്നത് വരെയും മാതാപിതാക്കന്മാർ നിയന്ത്രിതാശയന്മാരായിട്ട് മാതാവ് ബ്രഹ്മചാരിണി ആയിരിക്കണം എന്ന് ഗുരു പ്രത്യേകം നമുക്ക് നിഷ്കർഷിച്ചു തരുന്നുണ്ട്. ഗർഭിണി എപ്പോഴും സന്തോഷവതിയായിരിക്കാൻ അവൾക്ക് ചുറ്റുമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൾക്ക് ആശാസ്യമല്ലാത്ത തരത്തിലുള്ള രീതിയിൽ അവളോട് സംസാരിക്കാൻ പാടില്ല. നല്ല നല്ല കഥകൾ അവൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ അവൾ വായിക്കണം. സദാ തൻ്റെ കുഞ്ഞ് ഇനി വരുന്ന തലമുറയ്ക്ക് നല്ലതിനെ പ്രദാനം ചെയ്യുന്ന ശ്രേഷ്ഠനായ ഒരു പുത്രനായിരിക്കണമേ എന്ന് ഗർഭിണി സദാസമയവും പ്രാർത്ഥിക്കണം എന്നൊക്കെ മഹാഗുരു പറയും. അതായത് അമ്മ ഒരു കുട്ടിയെ എങ്ങനെയാണ് ആ കുട്ടിയുടെ ബ്രഹ്മചര്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് സ്വാമി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കുട്ടി പോയാൽ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ കുട്ടി തുടങ്ങിയാൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിത നിഷ്ഠ, ജീവിത രീതി, അവൻ രാവിലെ എപ്പോൾ എണീക്കണം, എണീറ്റാൽ ഉടൻ തന്നെ എന്താണ് ചെയ്യേണ്ടത്, ഗുരു പ്രത്യേകം പറയുന്നു. രാവിലെ എണീറ്റ് അവൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈശ്വര സ്മരണയോടുകൂടി അവനൊരു ദിവസം ആരംഭിക്കണം. സ്കൂളിൽ പോയാൽ പാഠം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഗുരുവിനെ ശിഷ്യൻ വണങ്ങണം. ഗുരുവിനോട് അങ്ങേയറ്റം ബഹുമാനമുള്ളവനായിരിക്കണം. ലഹരി പദാർത്ഥങ്ങളെ ഉപേക്ഷിക്കുന്നവനായിരിക്കണം. പണ്ടേ സ്വാമി തൃപ്പാദങ്ങൾ പറയുകയാണ്. അപ്പം ഇവിടെ പറയുമ്പോഴാണ് സ്വാമി പറയുന്നത്, കള്ള്, കറുപ്പ്, കഞ്ചാവ് തുടങ്ങി ബുദ്ധിക്ക് ഭ്രമമുണ്ടാക്കുന്ന എല്ലാം അവൻ്റെ ഇന്ദ്രിയങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതായതുകൊണ്ട്, അവനെ ഇന്ദ്രിയങ്ങളെ വേണ്ടാത്തതിലേക്ക് നയിക്കുന്നവയായതുകൊണ്ട് ഇവയെ എല്ലാം ബ്രഹ്മചാരി പാടെ ഉപേക്ഷിക്കണം എന്ന് ഗുരു ശക്തമായിട്ട് ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് വരെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു മിനിമം സമയം സ്വാമി തൃപ്പാദങ്ങൾ പറയുന്നത്, സ്ത്രീയാണെങ്കിൽ 16 വയസ്സ്, പുരുഷനാണെങ്കിൽ 24 വയസ്സെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്രീനാരായണ ധർമ്മം ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ രീതിയിൽ ധർമ്മത്തിന് മാറ്റം ഉണ്ടാകുന്നത് കൊണ്ട് ഇന്ന് ഒരു സ്ത്രീയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ് അല്ലേ. അപ്പോൾ ഒരു 18 വയസ്സ് എന്നുള്ള കണക്ക് നമുക്കറിയാം. എന്നിട്ട് ഗുരു എടുത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ അനുഷ്ഠിക്കുന്ന വിദ്യയ്ക്ക് മാത്രമേ അഭ്യുദയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഒരുവൻ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ എന്ന്. ഇത് പ്രത്യേകം ഇന്നത്തെ കാലഘട്ടത്തിലെ മാതാപിതാക്കന്മാർ ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കുട്ടിക്ക് 18 വയസ്സായല്ലോ, അവൾ ആ സമയത്ത് ഒരു പക്ഷേ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, സെക്കൻഡ് ഇയർ ആയിട്ടുള്ളായിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ആയിട്ടുണ്ടായിരിക്കാവുള്ള. ഇതിന് ശേഷവും പഠിക്കാമല്ലോ, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷവും പഠിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന മാതാപിതാക്കന്മാർ ഇന്നത്തെ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷേ സ്വാമി തൃപ്പാദങ്ങൾ പറയുകയാണ്, നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടം എപ്പോഴും ബ്രഹ്മചര്യത്തിലായിരിക്കണം. ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം വിവാഹം എന്ന് പറയുന്നത് കേവലം ഐഹിക ജീവിതത്തിൽ വിനോദത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധി അല്ല എന്നും, വിവാഹം എന്ന കർമ്മത്തിൻ്റെ കൃത്യമായ അർത്ഥവും ലക്ഷ്യവും എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മാതാപിതാക്കന്മാർ ഒരു കുട്ടിയെ വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാവൂ. അതായത് അവൻ അല്ലെങ്കിൽ അവൾ വിവാഹം കഴിക്കാൻ യോഗ്യയായി എന്നൊരു തോന്നൽ എപ്പോൾ മാതാപിതാക്കന്മാർക്കുണ്ടാവുന്നുവോ ആ സമയത്ത് മാത്രമേ എന്താണ് നീ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രമേ അവനെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാവൂ എന്ന് ഗുരു പറയും. യാതൊരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ലാത്തവരെക്കുറിച്ച് ഗുരു പറയുന്നുണ്ട്. അതിലെടുത്ത് പറയുന്ന പേര് മദ്യപാനി എന്ന് തന്നെയാണ്. വിവാഹം കഴിയുമ്പോൾ നന്നായിക്കോളും എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാരണവശാലും ഒരു മദ്യപാനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പാടുള്ളതല്ല. ഹൃദ്രോഗികൾ, മാറാവ്യാധിയുള്ളവർ, ഇങ്ങനെയുള്ളവരൊന്നും വിവാഹത്തിന് യോഗ്യരായിട്ടുള്ളവരല്ല.